ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടിയിട്ടും പകരം ചോദിക്കാൻ വേണ്ടിയിട്ടും വരികയാണ്. വർഷ എന്തായാലും പറ്റിച്ചില്ലേ മോനെ, അതുകൊണ്ട് തന്നെ എനിക്ക് 5 ലക്ഷം രൂപ വേണം. നീയും നിൻ്റെ ഭാര്യയും എൻ്റെ വീട്ടിൽ വന്ന് വെട്ടി വിഴുങ്ങിയത് ഓർമ്മയില്ലേ? ഞാൻ വിവാഹ മണ്ഡപം വരെ അഡ്വാൻസ് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ വേഗം തന്നെ പോയിട്ട് വർഷയുടെ അച്ഛൻ പൈസ എടുത്തുകൊണ്ട് വരും. 5 ലക്ഷം രൂപ ചെക്ക് എഴുതി കൊടുക്കും. എന്നിട്ട് പറയുന്നത്, നീ എൻ്റെ ഒരു പഴയ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ നീ ഇന്നിപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഉണ്ടായേനെ, നിന്നെ കൊന്ന് ഞാൻ അവിടെ കുഴിച്ചു മൂടിയേനെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും വർഷയുടെ അച്ഛനും അമ്മയും എത്ര മാപ്പ് പറയാൻ ശ്രമിച്ചിട്ടും അയാൾ കേൾക്കാൻ കൂട്ടാക്കുന്ന പോലില്ല. ഒരുപാട് അയാൾ അപമാനിച്ച്. രവീന്ദ്രന് അയാൾ കൊടുത്തതിനുള്ള ശിക്ഷയൊക്കെ ഈ വഴിക്ക് കിട്ടി. അങ്ങനെ പൈസയും മേടിച്ച് തിരിച്ചു പോകും. തൻ്റെ മോള് അവനായിട്ട് പ്രണയത്തിലായിരുന്നെന്നൊരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പോണ വഴിക്ക് മകൻ വഴക്ക് പറയുന്നുണ്ട്, അച്ഛന് ഡാഡിക്ക് കാശ് കിട്ടിയില്ലേ, ഡാഡിക്ക് സമാധാനമായി, പക്ഷേ എനിക്ക് വന്ന അപമാനം, നിനക്ക് അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തരാടാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഡാഡിയുടെ ഇഷ്ടം, പക്ഷേ എന്നെ ചതിച്ച വർഷേനെ എനിക്ക് പകരം വീട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡാഡി മോനൊരു സമാധാന കരാറിലൊക്കെ എത്തി പോകുന്നുണ്ട്. അതിനുശേഷം രേവതിയുടെ അമ്മയാണെങ്കിൽ ഒരു പൊടിക്ക് പോലും രേവതിനെ വീട്ടിൽ നിർത്തുന്നില്ല. നീ പോകണം, എത്രയും പെട്ടെന്ന് സച്ചിയുടെ വീട്ടിൽ പോയി ചന്ദ്രമതിയുടെ കാല് പിടിക്കണം, അല്ലെങ്കിൽ രവിചേട്ടനോടും സച്ചിയോടും സംഭവിച്ച കാര്യങ്ങൾ പറയണം, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അനിയനും പറയുന്നുണ്ട്, അമ്മ ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, 2 ദിവസം ഇവിടെ നിന്നാൽ 2 ആഴ്ചയാവും, പിന്നെ 2 മാസമാവും, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ അവർ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ അവിടെ ഗേറ്റിൻ്റെ അവിടെയെങ്കിലും ചെന്ന് നീ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് മോളെ ഉപദേശിക്കുന്നു. രേവതി ആണെങ്കിൽ, ഞാൻ എന്നെ കണ്ടുകൂടല്ല അമ്മയ്ക്ക്, അവർ എന്നെ ഇറക്കി വിടുകയാണ് ചെയ്തത്, ഇനി ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പോകട്ടെ എന്നൊക്കെ ചോദിച്ച് രേവതി പൊട്ടിക്കരയിന്. രേവതിയുടെ കരച്ചിലൊന്നും രേവതിയുടെ അമ്മ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അവിടെ നിന്നാൽ മകളുടെ ജീവിതം നശിക്കുമെന്ന് പേടിച്ചിട്ടാണ് ആ അമ്മ വിഷമിച്ചിട്ടുണ്ടെങ്കിലും രേവതിനെ അവിടെ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് രേവതി കരഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ചെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദേവി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതം നശിച്ച പോലെയായി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടൻ കേൾക്കുന്നില്ല, എത്ര സന്തോഷത്തോടെ ജീവിച്ചതാണ് ഞങ്ങൾ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പൊട്ടിക്കരയിന്. ആ സമയത്ത് രേവതിയുടെ അമ്മേരെയൊക്കെ ഒരു കൂട്ടുകാരി, ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് പറയും, മോളെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എന്നോട് ദേവ് പറഞ്ഞറിഞ്ഞ്, മോള് വിഷമിക്കേണ്ട, സച്ചിൻ എനിക്ക് നിന്നെ മനസ്സിലാവും, നീ എന്തായാലും അവൻ്റെ വീട്ടിലേക്ക് എന്നെ ചെല്ല്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ എന്തായാലും നിന്നോട് സ്നേഹമുള്ളതല്ലേ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, നിൻ്റെ അനിയനാണെങ്കിൽ നിന്നെ ചതിച്ചല്ലേ, ഇങ്ങനെ ഒരു വഴിക്കാക്കിയിട്ട് അവരവരെ കാര്യം നോക്കി പോയല്ലേ മോളെ, നിൻ്റെ കണ്ണീര് ദൈവം കാണാണ്ടിരിക്കില്ല, നീ ദേവിക്ക് മാല കിട്ടുന്ന ഒരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് നിൻ്റെ വിഷമം എന്തായാലും ദേവി കാണും, നീ ഉറപ്പായിട്ടും നീ സച്ചിനെ കാണുക തന്നെ ചെയ്യ്, അവൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ അവൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറിയത്, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മുത്തശ്ശി രേവതിക്ക് ഒരു ആശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെയൊക്കെയാണ്. ശ്രീകാന്ത് വർഷയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, വർഷയ്ക്ക് വിശന്നിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കുള്ള ഭക്ഷണം ഞാൻ പിന്നെ ഉണ്ടാക്കിത്തരാം, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, നമുക്കത് ഒന്നിച്ച് കഴിക്കാൻ, നീ ഇപ്പോൾ ഇത് കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട്, നീ എന്തുണ്ടാക്കിയാലും സാധാരണ ബ്രെഡ് സാൻഡ്വിച്ചിന് രസമുണ്ട്, പക്ഷേ നീ ഉണ്ടാക്കി അതിന് ഭയങ്കര രുചിയാണെന്ന് പറഞ്ഞപ്പോൾ, നീ ഐസ് ഇടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഐസൊന്നും ഇടുന്നില്ല, കിസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വർഷ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ കവിളിൽ കിസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ശ്രീകാന്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ വർഷ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വർഷയ്ക്ക് ഓഫീസിൽ നിന്ന് കോൾ വരും, ജോലിക്ക് ചെല്ലുമെന്ന് ചോദിച്ചിട്ട് വർഷ അവരോട് ദേഷ്യപ്പെടുന്നു ചെയ്യുന്നത്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം വീണ്ടും ശ്രീകാന്ത് വർഷയും കൂടി ചെറിയൊരു പിണക്കം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. കാരണം വീട്ടുകാരെക്കുറിച്ച് പെട്ടെന്ന് ശ്രീകാന്തിനോട് സിനിമയ്ക്ക് പോകാമെന്ന് വർഷ പറയുമ്പോൾ, ഞാനില്ല, നീ പൊക്കോന്ന് പറയും. നീ ഇല്ലാണ്ട് പിന്നെ ഞാനാണ് ഒറ്റയ്ക്ക് പോകേണ്ടത്, ഞാൻ കല്യാണം കഴിഞ്ഞ ആൾക്കാരല്ലേ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു വിഷമം, എൻ്റെ അച്ഛൻ നിനക്കറിയില്ല ഞാൻ എങ്ങനെ കഴിഞ്ഞതെന്ന് ഉറപ്പം, നിനക്ക് എപ്പോഴും ഇത് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു വർഷ പെട്ടെന്ന് വയലൻ്റ് ആവുന്നുണ്ട്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഈ ഒരു വിചാരം മാത്രം നിനക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്ന് നിനക്ക് അറിയാണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ ആലോചിക്കേണ്ടതെന്ന് പറയും. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നീ ആലോചിക്കാണ്ടിരിക്കാനാണ് ഭേദം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വഴക്കുണ്ടാക്കും.
ഞാൻ അവരെ ചതിച്ച പോലെയല്ലേ എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നില്ലേ, അതൊക്കെ നിൻ്റെ ഡാഡി കാരണമല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും വഴക്കുണ്ടാക്കിയപ്പോൾ വർഷ ആ പ്ലേറ്റോടുകൂടി ആ ഭക്ഷണം തറയിൽ എറിഞ്ഞുടച്ച് അകത്തേക്ക് പോകും. അത് കാണുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ നീ എന്തീ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് വർഷയുടെ അടുത്തേക്ക് പാഞ്ഞ് ചെല്ലുന്നുണ്ട്. പിന്നെ 24 മണിക്കൂർ നിനക്ക് നിൻ്റെ അമ്മയും വീട്ടുകാരും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മനെ ഉപേക്ഷിച്ച് ഇനി വന്നത്. നിൻ്റെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച പോലെ ഉണ്ടല്ലോ, വിവാഹം എൻ്റെ മാത്രം ആവശ്യമായിരുന്നു എന്നൊക്കെ ചോദിച്ച് വർഷയും ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നുണ്ട്. നിൻ്റെ അച്ഛൻ്റെ അമ്മരെയും പേര് പോലും എനിക്ക് കേൾക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ശരിക്കും രേവതിയോട് ചെയ്തതിനുള്ളൊരു തെറ്റ് എന്ന പോലെ ശ്രീകാന്ത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും നല്ല സ്വഭാവമല്ല വർഷയുടേതെന്ന് ശ്രീകാന്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ആ ഗഡ്ഡി കിട്ടിയ പോലെ തൻ്റെ ജീവിതം തകർന്നോ എന്നുള്ളൊരു ടെൻഷനോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.